രാജ്ഭവനിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി വീണ്ടും ഗവർണർ സർക്കാർ പോര്. രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബ ചിത്രം വച്ചതിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങ് ബഹിഷ്കരിച്ചു. വിയോജിപ്പ് നേരിട്ടറിയിച്ചാണ് മന്ത്രിയുടെ ബഹിഷ്കരണം. രാജ്ഭവൻ തിരുത്തലിന് തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ബഹുമാനപ്പെട്ട ഗവർണർ അങ്ങ് ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം. അതല്ലാതെ അങ്ങ് RSSന്റെ രാഷ്ട്രീയം അങ്ങയുടെ രാജ്ഭവനിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തനി ഒരു RSകാരനാണ് എന്നുള്ള നിലയിൽ നിന്ന് കഴിഞ്ഞാൽ RSകാരനാണെങ്കിൽ RSകാരനായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഗവർണറായാൽ മാത്രമേ ഗവർണറാകാൻ എന്തൊക്കെ മാർഗം വേണം എന്ന് സംബന്ധിച്ചിടത്തോളം ഭരണഘടനയെ പറയുന്നുണ്ട്. ആ നിലയിൽ ഗവർണറായാലേ അദ്ദേഹത്തിന് ഗവർണറായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ RSSന്റെ നേതാവായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ചടങ്ങ് ബഹിഷ്കരിച്ചതിൽ മന്ത്രി വി ശിവൻകുട്ടിയെ രാജ്ഭവൻ രൂക്ഷമായി വിമർശിച്ചു. മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെയും ഓഫീസറെയും അപമാനിച്ചെന്നും രാജ്ഭവൻ കുറ്റപ്പെടുത്തി. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, വീണ്ടും ഗവർണർ സർക്കാർ പോര് മുറുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കടുത്ത വിയോജിപ്പ് അറിയിച്ച് അദ്ദേഹം പ്രസംഗിക്കാൻ ആരംഭിച്ചതിന് ശേഷം ഈ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ അതാണ് 24 പുറത്തുവിട്ടത്. ഇതിലിപ്പോൾ രാജ്ഭവൻ ഒരു കാര്യം പറയുന്നു, പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന്. മന്ത്രി അത് നിഷേധിക്കുകയാണ്. മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമെന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. മന്ത്രി നമ്മുടെ അഭിമുഖ പരിപാടിക്ക് ശേഷം അതിലേക്ക് പോകുന്നു എന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ആ കൂടിക്കാഴ്ച? അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ടോ? കൂടിക്കാഴ്ച പ്രധാനപ്പെട്ടതാണല്ലോ. ഇതിൽ സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇനി വരേണ്ടതുണ്ടല്ലോ. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് രാജ്ഭവൻ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഇത്തരം ചിത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചു എന്നാണ്. പക്ഷേ അതില്ല എന്നത് ഇന്നത്തോടുകൂടി വ്യക്തമാകുമ്പോൾ എന്താകും ഇനി സർക്കാരിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ? സർക്കാർ നിലപാട് അറിയിക്കുമോ? അങ്ങനെയൊക്കെയുള്ളത് പ്രധാനപ്പെട്ടതല്ലേ മനീഷ്? അതെ അനുജ, ഉറപ്പായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നത്തെ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് രാജ്ഭവന് പുറത്തേക്ക് ഇറങ്ങിയത്. നമുക്കറിയാം, ഇന്നലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരത്തെ പരിസ്ഥിതി ദിനത്തിലടക്കം മന്ത്രി പി പ്രസാദ് രാജ്ഭവന്റെ പരിപാടിയെ സംബന്ധിച്ച് ഉള്ള വിവാദം അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്ന വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിന് പിന്നാലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് രാജ്ഭവനെ ഒരു ശാഖയാക്കരുത്, RSSന്റെ ശാഖയാക്കരുതെന്ന് പ്രതികരണം നടത്തി. അങ്ങനെ ഭരണഘടനാ സ്ഥാപനത്തെ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് തരംതാഴ്ത്തൽ എന്ന ഒരു വിമർശനം മുഖ്യമന്ത്രി നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടി, അത് പുരസ്കാര വിതരണം, വിദ്യാർത്ഥികളടക്കം പങ്കെടുത്തുള്ള പരിപാടി രാജ്ഭവനിൽ നടന്നത്. പക്ഷേ മുൻകൂട്ടി തന്നെ രാജ്ഭവൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് കൊടുത്ത പ്രോഗ്രാം ലിസ്റ്റിൽ ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രമോ അല്ലെങ്കിൽ അതിൽ പുഷ്പാർച്ചന നടത്തുന്നത് സംബന്ധിച്ചുള്ള യാതൊരു വിശദാംശങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ മന്ത്രി അവിടെ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, രാജ്ഭവനിൻ്റെ ഉള്ളിൽ തന്നെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് അവിടെ വിളക്ക് കൊളുത്തിയ നിലയിലായിരുന്നു ഈ വിവാദ ചിത്രമുള്ളത്. അതിൻ്റെ മുൻപിലേക്ക് പുഷ്പാർച്ചന നടത്തുന്ന ഗവർണറെ കണ്ടുകൊണ്ടായിരുന്നു അവിടെ മന്ത്രി വി ശിവൻകുട്ടി വന്നു കയറുന്നത്. അതുകൂടി ആയപ്പോൾ ചൊടിപ്പിച്ചു എന്നാണെങ്കിലും അത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെ ആണ് ഇത്തരത്തിലുള്ള ഒരു ബഹിഷ്കരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇന്ത്യയാണ് എൻ്റെ രാജ്യം, ഭരണഘടനയാണ് അതിൻ്റെ നട്ടെല്ല് എന്ന് അദ്ദേഹം പ്രസംഗിച്ച ശേഷമായിരുന്നു അവിടെ വേദി വിട്ടത്. കൃത്യമായ രാഷ്ട്രീയ സന്ദേശം ഇവിടെ CPIM ഇവിടെ രാജ്ഭവനിലെ പ്രശ്നത്തിലൂടെ, ബഹിഷ്കരണത്തിലൂടെ RSSനെതിരെ നേരത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടിക്കും ഒപ്പം തന്നെ RSSുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വാദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിനൊരു മറുപടി, കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ, ഈ പരിപാടി ബഹിഷ്കരണത്തിലൂടെ എന്താണെങ്കിലും CPIM മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിപാടിയിൽ ഗവർണറെ ഇരുത്തിക്കൊണ്ട് തന്നെ ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പക്ഷേ രാജ്ഭവൻ കൃത്യമായ മറുപടി നൽകുന്നു. അത് രാജ്ഭവനെ അവഹേളിക്കലാണ്. ഈ മന്ത്രിയുടെ ഇത്തരത്തിലുള്ള നടപടി അത് ധിക്കാരപൂർവ്വമാണ്, മന്ത്രി അവഹേളിക്കുകയാണ്, അത് പ്രോട്ടോകോൾ ലംഘനമാണെന്നുള്ള വലിയൊരു മറുപടി വരുന്നു. പക്ഷേ ഇനിയിപ്പോൾ കൃത്യമായി പരസ്യമായി തന്നെ ഗവർണർക്കെതിരെ മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിമാരും പാർട്ടിയും അടക്കം വലിയ സമരത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ ശിവൻകുട്ടിയുടെ ഇത്തരത്തിലുള്ള പരസ്യമായ പ്രതികരണവും ഇങ്ങനെയുള്ള ബഹിഷ്കരണം. ഇന്ന് DYFIയുടെ മാർച്ച് ഉണ്ടായിരുന്നു. അടുത്ത ദിവസവും ഗവർണറുടെ പരിപാടിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുമായി മന്ത്രി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ട് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നത് മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ച അനുസരിച്ചാണ് രാജ്ഭവൻ പ്രവർത്തിക്കുന്നത്. കൃത്യമായി മന്ത്രിസഭയോ സർക്കാരോ രാജ്ഭവന് വേണ്ട നിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം.
അനുജ. അതാണ് എന്താണ് ഇനിയിപ്പോൾ സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അങ്ങനെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.